കേരളത്തിൽ നിയമം പോലെ തന്നെ വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു മണ്ഡലമാണ്, നിയമസഭാ മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ ആ മുന്നേറ്റം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല. വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ BJPക്ക് സ്വാധീനമില്ലാത്ത കൊല്ലത്തും കോഴിക്കോടും അടക്കമുള്ള കോർപ്പറേഷനുകളിൽ BJP ഇരട്ട സംഖ്യയിലേക്ക് പോയപ്പോൾ തൃശ്ശൂരിൽ ഇപ്പോഴും ഒറ്റ സംഖ്യയാണ്. വെറും 8 സീറ്റാണ് നിലവിൽ അവർക്കുള്ളത്. ആ ഒരു പ്രദേശത്തേക്ക് പത്മജ മത്സരിക്കുമെന്ന് പറയുന്നു, MD രമേശ് മത്സരിക്കുമെന്ന് പറയുന്നു. അവിടെ ഒരു ത്രികോണ മത്സരം സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. അതിൽ കരകയറാൻ ആർക്ക് കഴിയും? CPM-ന് കഴിയുമോ, അതോ കോൺഗ്രസിന് കഴിയുമോ, BJPക്ക് കഴിയുമോ? തൃശ്ശൂർ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയത്തോടുകൂടി സ്ഥാനം പിടിച്ച ഒരു മണ്ഡലമാണ്. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ സന്ദർശിച്ച മണ്ഡലവും ഒക്കെയാണ്. സ്വാഭാവികമായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയവും ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാകും തൃശ്ശൂർ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്ന് മാത്രമല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൻ്റെ റിസൾട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെയും ഒരു വ്യക്തിപരമായ വിജയം, വ്യക്തിപരമായി അനിവാര്യമായ ഒരു സാഹചര്യമാണ്. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ പാർലമെന്റ് സീറ്റ് ആദ്യം ഒരു വിലയിരുത്തൽ നടന്നു. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതിൽ ദയനീയ പരാജയമായിരുന്നു. അതെ, ആ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചു, അത് കഴിഞ്ഞു വരുന്ന തൊട്ടടുത്ത ഒരു തെരഞ്ഞെടുപ്പ്, അത് ഏത് തലത്തിലുള്ളതാണെങ്കിലും ഈ ജയം ആവർത്തിക്കുന്നോ നിലനിർത്തുന്നോ പുറകിൽ പോകുന്നോ എന്നുള്ളത് ചർച്ച ചെയ്യും. സ്വാഭാവികമാണ്. ഒരു പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങിയ ആൾ ആ വ്യക്തി തന്നെ അടുത്ത പരീക്ഷ വരുമ്പോൾ റാങ്ക് വാങ്ങുന്നു, ജയിക്കുന്നു, തോൽക്കുന്നു എന്നുള്ളത് പോലെ അവിടെ തീർച്ചയായിട്ടും UDF-നാണ് വൻ തിരിച്ചുവരവ് തൃശ്ശൂരിൽ കിട്ടിയത്. കോർപ്പറേഷൻ അടക്കം തിരികെ കിട്ടുകയുണ്ടായി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നടത്തുന്ന ഒരു വിലയിരുത്തൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജയിച്ചത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അത് വലിയ ഒരു രാഷ്ട്രീയ വിജയമായിട്ട് അതിനെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ രണ്ടാമത് വന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ്. കാരണം ജനങ്ങൾ പൂർണ്ണമായി അവരുടെ വിശ്വാസം BJP എന്ന ഒരു പാർട്ടിയിൽ അർപ്പിച്ച് കഴിഞ്ഞു എങ്കിൽ പിന്നീട് വരുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും അതുണ്ടാകണം. അത് പക്ഷേ ഉണ്ടായില്ല. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ ശ്രീ സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാനായിട്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അതിന് സഹായിച്ച ഘടകങ്ങൾ ഒന്നും തന്നെ അതൊരു ശാശ്വതമായ സഹായമായിട്ടല്ല കൊടുത്തത് എന്നുള്ളതിൻ്റെ തെളിവുമാണ്. ഇവിടെ ഇപ്പോൾ പത്മജ വേണുഗോപാൽ അവിടെ മത്സരിക്കുന്നു എന്നിരിക്കട്ടെ. പത്മജ വേണുഗോപാലിന് അവിടെ കിട്ടാവുന്ന ഒരു വലിയ പിന്തുണ, പാർട്ടിയുടെ പിന്തുണ, സ്വാഭാവികമായിട്ടും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന വ്യക്തിക്ക് താമര ചിഹ്നത്തിൽ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ 100% വോട്ടും കിട്ടും. പക്ഷേ പാർട്ടി വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ലല്ലോ. അതിപ്പോൾ ഒരു പാർട്ടിക്കും പാർട്ടി വോട്ട് കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ലല്ലോ, അല്ലാതുള്ള വോട്ട് വേണ്ടവല്ലേ. അതിന് സഹായിക്കുന്ന ഘടകങ്ങൾ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ എന്ന ഒരു വ്യക്തിക്ക് വ്യക്തിപരമായി ശ്രീ K കരുണാകരൻ്റെ മകൾ എന്നുള്ള നിലയിൽ വോട്ട് കിട്ടും. കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ട് എന്നാണ് പത്മജ തന്നെ കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞത്. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം അത് ഈ വ്യക്തിയോടുള്ള സ്നേഹമല്ല. നമ്മൾ പലപ്പോഴും പറയുമല്ലോ, എനിക്ക് നിൻ്റെ അച്ഛനോടുള്ള സ്നേഹം മറക്കാൻ പറ്റില്ല. അച്ഛനോടുള്ള സ്നേഹം മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ മോനോടോ മോളോടോ വേണമെന്നുണ്ടോ? ഇല്ലല്ലോ. അച്ഛൻ ചെയ്ത നല്ല കാര്യത്തിനായിരിക്കും ഈ അച്ഛനോടുള്ള സ്നേഹം. അതുകൊണ്ട് വ്യക്തിപരമായി ഒരു പക്ഷേ പഴയ സ്നേഹവും അടുപ്പവും കൊണ്ടൊക്കെ ആരെങ്കിലുമൊക്കെ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കാം. അത് പക്ഷേ രാഷ്ട്രീയമായി കാണുന്ന കാഴ്ചപ്പാട് ഇതിനോട് നമുക്ക് യോജിപ്പില്ല. അത് വിജയിക്കുന്ന ഒരു പ്രക്രിയയും അല്ല. ഇനി കേരളത്തിലെ 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഭരണത്തിനെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കുമല്ലോ സ്വാഭാവികമായി. അവരും പറയുന്നത് അങ്ങനെയാണല്ലോ, ഞങ്ങളുടെ ഭരണത്തിൻ്റെ തുടർ ഭരണം തരൂ എന്നുള്ളതാണല്ലോ. തുടർ ഭരണത്തിന് ഇവർ അർഹരാണോ അല്ലയോ എന്നുള്ളതാണ് അവിടെ മാറ്റുരയ്ക്കുന്നത്. ഒരു സംശയം വേണ്ട. തുടർ ഭരണത്തിന്
CPM അർഹത ഇല്ല എന്നുള്ളത് ആ പാർട്ടിയിലുള്ള നല്ല ആളുകൾ പോലും തീർച്ചപ്പെടുത്തിയതാണ്. അപ്പോൾ അവിടെ പിന്നെ CPM-ന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് ജയസാധ്യത കുറവാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോഴും ഇതിൽ മറ്റൊരു വിഷയമുണ്ടല്ലോ, ഇങ്ങനെ ഭരണവിരുദ്ധ വികാരം ത്രികോണ മത്സരം ഉണ്ടാകുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ഈ ചിതറിപ്പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഉണ്ട്. ഭരണവിരുദ്ധ വികാരം ഉദാഹരണം ഈ തൃശ്ശൂർ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഒരു CPM-ന് കേഡർ സ്വഭാവമുണ്ട്, അവരുടെ വോട്ടുകൾ വരും. പക്ഷേ സാർ പറഞ്ഞ പോലെ ഈ ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിലേക്കും BJP-യിലേക്കും സ്വാഭാവികമായി വരും. ഇവിടെയാണ് നമ്മളുടെ ജനങ്ങൾ അവരുടേതായ വിവേചന അധികാരം എടുത്ത് വിവേകപൂർവം ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 വർഷത്തെ CPM ഭരണം മാറണം എന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP-ക്കാണ് എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ആരുടെ കയ്യിൽ കിട്ടിയത്? BJP-യുടെ കയ്യിൽ കിട്ടിയത്. സംസ്ഥാന ഭരണം CPM-ന്റെ കയ്യിൽ നിന്നും മാറ്റണം എന്നാഗ്രഹിക്കുന്ന ഭരണവിരുദ്ധ വികാരമുള്ളവർക്ക് ആർക്കോട്ട് ചെയ്താലായിരിക്കും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുക എന്നുള്ള ഒരു ചിന്ത വരില്ലേ? മറിച്ച് ഭരണവിരുദ്ധ വികാരം തുല്യ നിലയിൽ BJP-യിലേക്കും കോൺഗ്രസിലേക്കും പോയാൽ ഈ ഭരണ തുടർച്ച തന്നെ വീണ്ടും വരില്ലേ? 3 പേർ തമ്മിൽ മത്സരിക്കുകയല്ലേ? ഈ 3 പേർ തമ്മിൽ മത്സരിക്കുമ്പോൾ ഓരോ വോട്ടിൻ്റെയെങ്കിലും വ്യത്യാസത്തിൽ ജയിക്കുന്ന ആളിനല്ലേ ഭരണത്തിൻ്റെ തുടർച്ച ഇല്ലാതാക്കാൻ പറ്റും. അത് സ്വാഭാവികമായും എന്തൊക്കെ കോൺഗ്രസിനോട് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ചിലർ പറയുമല്ലോ, ഇത്തവണ ഞാൻ ഇന്നാർക്ക് അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യും. അത് നമ്മളുടെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. ആ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യം ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ട്. അത് നമ്മൾ ആരും തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. ഇനി മറ്റൊന്ന്, സ്വാഭാവികമായും CPM-ഉം BJP-യും തമ്മിലായിരുന്നല്ലോ ഏറ്റവും വലിയ ശത്രുത നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്, കേരളത്തിൽ പ്രത്യേകിച്ച് 2 പാർട്ടികൾ തമ്മിലുള്ള മാനസിക അവസ്ഥ എന്താണെന്ന് ആളുകൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഈ 2 പാർട്ടിക്കാർ തമ്മിൽ സംഘർഷമുണ്ടാകണം. ഒരു പാർട്ടിക്കാരൻ മറ്റൊരു പാർട്ടിക്കാരനെ കൊല്ലണം. അങ്ങനെ കൊല്ലുമ്പോഴാണ് BJP-യെ എതിർക്കാൻ ഞങ്ങളെ കൊണ്ടേ കഴിയൂ എന്ന് CPM പണ്ടൊക്കെ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. എങ്ങനെയാണ്? BJP-യിൽ ആരെങ്കിലും ഒക്കെ പോയി കൊല്ലും ഇല്ലേ? കൊന്നിട്ട് പറയും, കണ്ടോ BJP-ക്കാരെ കൊന്നതാരാ? ഞങ്ങളാ. കോൺഗ്രസ്സുകാരെ കൊണ്ട് BJP-യെ തോൽപ്പിക്കാനോ തടയാനോ പറ്റുമോ? BJP-ക്കാരെ കൊന്ന ഞങ്ങളല്ലേ എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നവരാ. പക്ഷേ നമ്മൾ ഒരിക്കലും കൊലപാതകത്തെയോ അക്രമത്തെയോ ഒന്നിനെയും ന്യായീകരിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യുന്നവരല്ല. പക്ഷേ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും സംഘർഷം കേരളത്തിലുണ്ടോ? ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ബദ്ധവൈര്യം നമ്മൾ പത്രം നോക്കിക്കഴിഞ്ഞാൽ ഇന്നടുത്ത് BJP-ക്കാരനെ അല്ലെങ്കിൽ RSS-കാരനെ മാർക്സിസ്റ്റുകാർ കൊന്നു. ഒരാഴ്ച കഴിയുമ്പോൾ ഇന്നടുത്ത് തിരിച്ച് CPM-കാർ 2 പേരെ തിരിച്ചു കൊന്നു. അതിന് പ്രതികാരമാണ് ഇങ്ങനെ ഗോൾ അടിക്കുന്ന കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾ അടിച്ചുകൊണ്ടിരുന്ന 2 പാർട്ടികളാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു വലിയ ശത്രുത അല്ലെങ്കിൽ ഇതേപോലത്തെ അക്രമമൊന്നും ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്നില്ല. അത് നല്ലത് തന്നെയാണ്, ആരുടെ ഭാഗത്തു നിന്ന് വന്ന വിട്ടുവീഴ്ചയാണെങ്കിലും. പക്ഷേ ഇതൊക്കെ മനസ്സിൽ കിടക്കുന്ന 2 പാർട്ടിയുടെ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കുടുംബങ്ങളിലുണ്ടായ, അവരുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ അന്ന് വരുത്തി വെച്ച വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് ആ കുടുംബവും അതുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തുള്ളവരും ഒക്കെ മറക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന ഒരു പ്രവണത, CPM നശിച്ചു പോകാതെ നിലനിൽക്കണമെങ്കിൽ സച്ചിദാനന്ദനും പ്രേംകുമാറും അതുപോലെയുള്ളവരൊക്കെ പറയുന്ന, നമ്മളുടെ കുഞ്ഞുകൃഷ്ണനും ഒക്കെ അടക്കമുള്ള ആൾക്കാർ പറയുന്നത് പോലെയുള്ള വലിയൊരു വിഭാഗം അവിടെ UDF-ന് വോട്ട് ചെയ്യും. അവിടെ നല്ല കേരളത്തിൽ മൊത്തത്തിൽ വോട്ട് ചെയ്യും. കോൺഗ്രസ്സുകാർ 10 കൊല്ലം കൊണ്ട് വെളിയിൽ നിൽക്കുന്നതിൻ്റെ തിക്തഫലം അനുഭവിച്ചത് കൊണ്ട് UDF ഒറ്റക്കെട്ടായി UDF-നോടൊപ്പം നിൽക്കും. ഒപ്പം 10 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം പുറത്താക്കണമെന്നാഗ്രഹമുള്ള ശരിക്കും കമ്മ്യൂണിസ്റ്റ് CPM വിരുദ്ധരായ BJP അനുഭാവികൾ പോലും അവരും ഈ ഒരു നിലപാട് ഈ ഒരു പ്രാവശ്യത്തേക്ക് എടുക്കും. അങ്ങനെ 3 മുന്നണിയിൽ നിന്നുമുള്ള വോട്ട്, പാർട്ടി വോട്ടൊന്നുമല്ല, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ 3 മുന്നണികളിൽ നിന്നും ഉള്ള വോട്ട്
കോൺഗ്രസ്സിന് കിട്ടാനുള്ള ഒരു സാധ്യത കേരളത്തിലെ 150 മണ്ഡലങ്ങളിലും ഉണ്ടാകും. ഏറ്റക്കുറച്ചിലുണ്ടാകുമെന്നേ ഉള്ളൂ. ഭരണമാറ്റം ഉറപ്പാണ്. അത് UDFന് അനുകൂലമാണ്. BJPക്ക് നഷ്ടപ്പെട്ട ആ ഒരു സീറ്റ് തിരിച്ചു പിടിക്കുകയോ അത് ഒന്നിൽ കൂടുതലാക്കാൻ കഴിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഭരണവിരുദ്ധം നേരത്തെ പറഞ്ഞതുപോലെ അത് രണ്ടു കൂട്ടർക്കും അനുകൂലമായി വരാം. അതിൽ ശരിക്കും പ്രയോജനപ്പെടുന്നത് ആർക്കായിരിക്കുമെന്ന് അറിഞ്ഞ് വോട്ട് ചെയ്താൽ അത് UDFന് അനുകൂലമായിരിക്കും. ഒറ്റപ്പെട്ട ഏതെങ്കിലും മണ്ഡലങ്ങളിൽ BJPക്ക് ആ വോട്ട് കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാനൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.